ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറുക്കും തത്ഹീറ ഇതെല്ലാം വിശദീകരിച്ചു. അപ്പം നമ്മളവിടെ പ്രധാനപ്പെട്ടൊരു മസാല ഇവിടെ നമ്മൾ പറയാമെന്ന് പറഞ്ഞ മസാല എന്താണ്? ഷിയാക്കൾ ആയത്തു തത്ഹീർ എന്ന പേരിൽ ഘോഷിക്കുന്നൊരായത്താണ് ഈ ആയത്തു തത്ഹീർ. തത്ഹീർ എന്ന് പറഞ്ഞാൽ എന്താ? തത്ഹീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വയുതഹീറുക്കും തത്ഹീറ അല്ലേ? തഹറ യുതഹീറു, ശുദ്ധീകരിച്ചു. തത്ഹീർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. യുതഹീറു അതിൻ്റെ ക്രിയാധാതുവാണ്. ഇതാണ് തത്ഹീർ. യുതഹീറുക്കും തത്ഹീറ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആയത്തിന് എന്ത് പറയുന്നത്? ആയത്തു തത്ഹീർ എന്ന് പറയുന്നത്. സംഭവം ഈ ആയത്ത് തത്ഹീറിൻ്റെ ആയത്ത് തന്നെയാണ്. അള്ളാഹു പറയണ്ടല്ലോ വയുതഹീറുക്കും തത്ഹീറ. ഈ ആയത്ത് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തത്ഹീറിൻ്റെ ആയത്ത് പലതും ഉണ്ട്. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബദർ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇദ് യുഗശികുമുൻ നുആസ അമനതൻ മിൻ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലിയുതഹിറക്കും. എന്താ യുതഹിറക്കും എന്ന് പറഞ്ഞാൽ? നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. എന്താ അവിടെ ഇതേപോലെ തന്നെ അല്ലേ യുതഹിറക്കും എന്നുള്ളടത്ത് ലിയുതഹിറക്കും. സൂറത്ത് അംഫാലിൽ ബദരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിച്ചു. അതേപോലെ തന്നെ ബദരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി ഒരു ഉറക്കം കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറയാണ് എന്തിനാ മഴ വർഷിപ്പിച്ചത്? ലിയുതഹിറക്കും ബിഹി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ ബദരീങ്ങളെ. വയുദ്ഹിബ അൻകും റിജിസ ഷൈത്താൻ, ഷൈത്താൻ്റെ റിജിസ് നിങ്ങളെ തൊട്ട് പോക്കാൻ. അവിടെ റിജിസ് എന്നാണ് സായി, ഇവിടെ റിജിസ് രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ബദരീങ്ങളുടെ വിഷയത്തിലും എന്തുണ്ട്? ആയത്തു തത്ഹീർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ആളുകളുടെ സമ്പത്തിൽ നിന്ന് സദഖ എടുക്കാൻ പറഞ്ഞു, സക്കാത്ത് എടുക്കാൻ പറഞ്ഞു. എന്തിന്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹീറുഹും ബിഹാ വതുസക്കീഹിം. തുതഹീറുഹും അവരെ ശുദ്ധീകരിക്കാൻ. തുതഹീറുഹും അവരെ ശുദ്ധീകരിക്കാൻ മാത്രമല്ല, അവിടെ പറഞ്ഞ് ശുദ്ധീകരിക്കൽ മാത്രമല്ല, പിന്നെ വതുസക്കീഹിം, സക്കാത്ത് എടുത്തിട്ട് അതിലൂടെ അവരെ താങ്കളെ ശുദ്ധീകരിക്കണം. വതുസക്കീഹിം, എന്താ തുസക്കി എന്ന് പറഞ്ഞാൽ? അവരെ ശുദ്ധീകരിക്കണം. ഇത് സക്കാത്ത് എടുക്കുന്നവർ അല്ല, സക്കാത്ത് കൊടുക്കുന്നവരുടെ തത്ഹീറാണ്. വിശുദ്ധ ഖുർആനിൽ പല ആയത്തിലും ഏത് മസാല വന്നിട്ടുണ്ട്? അത് നമ്മളുടെ വിഷയം. പിന്നെ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു, ഖുബാ പള്ളിയുമായി ബന്ധപ്പെട്ട് വരണം. അതിൽ കുറച്ച് ആളുകളുണ്ട്, ഖുബാ പള്ളിയിൽ നിസ്കരിക്കുന്നവരും ജമാഅത്തിൽ പങ്കെടുക്കുന്നതുമായ ആളുകളെ കുറിച്ച് പറയാണ്. യുരീദുന അൻ യതതഹറു, അവർ എന്തിനു ഉദ്ദേശിക്കുന്നു? തത്ഹീറിനെ ഉദ്ദേശിക്കുന്നു, പരിശുദ്ധി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരി, അള്ളാഹു ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ തത്ഹീർ പല ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തു തത്ഹീർ എന്ന പേരിൽ ആര് പറഞ്ഞു ഏറ്റെടുത്തു? ഈ ഷിയാ ലോകം ഏറ്റെടുത്തു. എന്നിട്ട് അവർക്ക് വന്ന വിഷയം ഇവിടെ തത്ഹീർ എന്താ? തത്ഹീർ ശുദ്ധീകരണം. ഏതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്? ഇതാണ്. അല്ലാഹു പറഞ്ഞു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, റിജിസ് നിങ്ങളിൽ നിന്ന് പോകാൻ. റിജിസ് എന്താ? റിജിസ് പാപങ്ങളാണ്, പാപക്കറകളാണ്. അത് നിങ്ങളിൽ നിന്ന് പോക്കാൻ എന്നാണ്. അപ്പോൾ ഇവിടെ തത്ഹീറും എന്താ? തത്ഹീറും പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി വരുത്താൻ എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറഞ്ഞത് തത്ഹീർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അൽ ഇസ്മത്താണ്.
അൽ ഇസ്മത്ത്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മത്ത് ഏതിൽ നിന്ന്? 3 കാര്യങ്ങളിൽ നിന്ന്. ഒന്ന് അൽ ഖത്ത. ഖത്ത എന്ന് പറഞ്ഞാൽ ആ തെറ്റ് വന്നു പോകുന്നതിൽ നിന്ന്. പിന്നെ അസഹവ്. സഹവ് എന്താ? മറവി വന്നു പോകുന്നതിൽ നിന്ന്. പിന്നെ അദംബ്, തെറ്റ് വന്നു പോകുന്നതിൽ നിന്ന്. ഇസ്മത്ത്. ഇസ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപസുരക്ഷിതത്വം. ഇസ്മത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ഭവിക്കുന്നതിൽ നിന്ന്, മറവി ഭവിക്കുന്നതിൽ നിന്ന്, പാപം, ഇത് ഖത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം, വീഴ്ച, അബദ്ധം വരുന്നതിൽ നിന്ന്, വീഴ്ച വരുന്നതിൽ നിന്ന്, മറവി വരുന്നതിൽ നിന്ന്, തെറ്റ് വരുന്നതിൽ നിന്ന് പിന്നെ ഇസ്മത്ത് തീർത്തു എന്നാണ്. ഇസ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപസുരക്ഷിതത്വം. നബിമാർക്ക് ഇസ്മത്ത് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഇവർ ഇതിലൂടെ വാദിച്ചത്, ആയത്തു തത്ഹീറിലൂടെ. അത് ആർക്ക് അവർ വാദിച്ചു? അതാണ് ഇത് വിഷയം. അവർ വാദിച്ചത് നബി കുടുംബത്തിന് എന്ന് പറഞ്ഞു. നബി കുടുംബത്തിന് എന്നവർ പറഞ്ഞിട്ട് അവരത് വാദിച്ചത് അവരുടെ ഇമാമന്മാർക്കാണ്. ഇമാമന്മാർക്ക്. ഷിയാക്കളുടെ ഇമാമന്മാരാരാണ്? പറഞ്ഞേ, എത്ര പേരാ അവർ? ഷിയാ ലോകം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തെ അൽ ഇസ്നാ അശരിയ എന്നാണ്. അൽ ഇസ്നാ അശരിയ. ഇസ്നാ അശരിയ എത്ര? ഇസ്നാ അശരിയ 12 പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നിലവിലുള്ള ഷിയ വിഭാഗക്കാരാണ് അൽ ഇസ്നാ അശരിയാണ്. ഇസ്നാ അശരിയ എന്ന് പറഞ്ഞാൽ 12 ഇമാംമാരെ തങ്ങളുടെ ഇമാംമാരായിട്ട് അംഗീകരിക്കുന്ന ഷിയ ലോകം. ആരാണ് ഒന്നാമത്തെ ഇമാം? പറയും. ഒന്ന് അലി. അലിയുൽ മുർത്തദ, അലി ബിൻ അബി താലിബ്. പിന്നെ അലിയാരുടെ പുത്രൻ പറയും അൽ ഹസൻ, അൽ മുജ്തബ. പിന്നെ അൽ ഹുസൈൻ, അഷഹീദ്, അൽ ഹുസൈൻ അഷഹീദ് റളിയല്ലാഹു അൻഹുൽ ജമീഅ. പിന്നെ ഹുസൈൻ്റെ മകൻ അലി ഇബ്നുൽ ഹുസൈൻ, സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ അസജ്ജാദ്. അദ്ദേഹത്തിന് സജ്ജാദ് എന്നും വിശേഷണമുണ്ട്. അലി സൈനുൽ ആബിദീൻ. പിന്നെ അടുത്തത് അലീൻ്റെ മകൻ മുഹമ്മദ് അൽ ബാഖിർ. മുഹമ്മദ് അൽ ബാഖിർ. പിന്നെ മുഹമ്മദ് അൽ ബാഖിറിൻ്റെ മകൻ ജാഫർ സാദിഖ്. ജാഫർ സാദിഖ്. പിന്നെ ജാഫർ സാദിഖിൻ്റെ മകൻ മൂസ അൽ ഖാദിം. മൂസ അൽ കാദിം. മൂസ അൽ ഖാദിം. പിന്നെ മൂസ അൽ ഖാദിമിൻ്റെ മകൻ അലി ഇബ്നു മൂസ. അലി ഇബ്നു മൂസ റിദ, അലി റിദ. പിന്നെ ഈ അലീൻ്റെ മകൻ മുഹമ്മദ് ബിൻ അലി അത്തഖി. പിന്നെ ഈ മുഹമ്മദിൻ്റെ മകൻ അലി ഇബ്നു മുഹമ്മദ്, അലി ഇബ്നു മുഹമ്മദ് അന്നഖി. മുഹമ്മദ് നഖി. പിന്നെ അൽ ഹസൻ ഇബ്നു അലി, അൽ ഹസൻ ഇബ്നു അൽ അലി അൽ അസ്കരി, അസ്സക്കി അൽ അസ്കരി. അസ്കരി, അൽ ഹസൻ അൽ അസ്കരി. പിന്നെ അവസാനത്തെ ആളാരാണ്? അത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അൽ അസ്കരി. മുഹമ്മദ് ഇബ്നുൽ ഹസൻ. ഇതാരാ ഈ മുഹമ്മദ്? 12ാമത്തെ ഇമാം. 12ാമത്തെ ഇമാം മുഹമ്മദ് ആരാ? അൽ മഹ്ദി. മുഹമ്മദുൽ മഹ്ദി, ഹുജ്ജത്തുല്ലാഹിൽ ഖായിം എന്നൊക്കെ ഇവർ പറയണേ മഹ്ദി. അൽ മഹ്ദി അൽ മുൻതദിർ.
അൽ മഹദി. മുഹമ്മദ്. ഇതാണ് ഷിയാക്കളുടെ 12 ഇമാംമാർ. ഷിയാക്കൾ പറയുന്ന 12 ഇമാംമാർ. ഈ ഇമാംമാരിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഷിയാക്കൾക്ക് അൽ ഇമാമിയ എന്ന് പേര്. അൽ ഇമാമിയ, ഷിയാക്കൾക്ക് അൽ ഇമാമിയ എന്ന് പറയും. അവരുടെ എണ്ണം എത്രയാണ്? ഇമാംമാരുടെ എണ്ണം എത്രയാണ്? 12. അതുകൊണ്ട് അവർക്ക് അൽ ഇസ്ന അശരിയ എന്ന് പറയും. ഷിയാക്കൾക്ക് അൽ ഇസ്ന അശരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം അലി റളിയല്ലാഹു തആല അൻഹുവാണ് ഖിലാഫത്തിന് അർഹൻ. അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഖിലാഫത്ത് ആരെ എടുത്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തു. അബൂബക്കർ റളിയല്ലാഹുവിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അലീനെ വിഗണിച്ച് അലി ആരെടുത്തു? പിന്നെ ഉസ്മാൻ എടുത്തു. അതുകൊണ്ടാണ് ഇവർക്ക് ആരോട് അടങ്ങാത്ത പക? അബൂബക്കർ റളിയല്ലാഹുവിനോട് പക, ഉമറിനോട് പക, ഉസ്മാനോട് പക. പ്രത്യേകിച്ച് അവർ അബൂബക്കർ, ഉമർ എന്നിവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുന്നതൊക്കെ ഇതുകൊണ്ടാണ്. എത്രമാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ന ആശരികൾ ഇവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നുബുവത്ത് വരെ പഴച്ചാണ് കൊടുത്തത്. അത് കൊടുക്കേണ്ടിയിരുന്നത് ഇവിടെയായിരുന്നു. പക്ഷെ അത് ആൾ മാറിക്കൊടുത്തു എന്ന രീതിയിൽ അതുവരെ അവരുടെ വിശ്വാസങ്ങളിലുണ്ട്. അത് അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇവർ ഈ 12 ഇമാംമാരുടെ വിഷയത്തിൽ ഷിയാക്കൾ വലിയൊരു അളവ്, വലിയൊരു ലോകം എന്താണ്, അവർ ശക്തമായ വാദികളാണ്. അതുകൊണ്ടാണ് അവർക്ക് അൽ ഇമാമിയ എന്ന് പറയുന്നത്. 12 പേരിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അതിനാണ് അവർക്ക് ഇസ്ന അശരിയ എന്ന് പറയുന്നത്. ഷിയാക്കളിൽ ഇസ്മായിലികളുണ്ട്. ഇസ്മായിലികൾ ഇവിടെ നിന്നാണ് തിരിയുന്നത്. മൂസൽ കാദിമിന് ശേഷം മൂസൽ കാദിമിൻ്റെ മക്കൾ ഇസ്മായിലുണ്ട്, അലിയുണ്ട്. അലിയിനാണ് ഇമാമത്തിന് അർഹർ എന്ന് വാദിച്ചിട്ടൊരു വിഭാഗം പിരിഞ്ഞു. അവരാണ് ഇസ്മായിലികൾ. പക്ഷേ മൂസൽ കാദിമിന് ശേഷം അധികാരത്തിൽ വരേണ്ടത് അലി റിദയാണ്. ഇമാം അലിയു റിദയാണ് എന്ന് സമ്മതിക്കുന്നവരാണ് ആര്? പിന്നെ ഈ ബാക്കി ഇസ്നാശരികൾ 12 ഇസ്നാശരികൾ. അപ്പോൾ ഇസ്നാശരികളുണ്ട്, ഇസ്മായിലുകളുണ്ട്. ഷിയാക്കൾ ഇസ്മായിലികൾ ആരാണ്? ഇതാണ് വിഷയം. ഏതായാലും ഇതിൽ ഈ ഇമാംമാരുണ്ടല്ലോ. അപ്പോൾ അലിയുൽ മുർത്തദ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അൽ ഹസനുൽ മുജ്തബ, അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമയുടെ മകൻ അൽ ഹുസൈൻ ഷഹീദ് കർബല റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. അദ്ദേഹം ഷഹീദ് എന്ന് പറയാൻ കാരണം ഷഹീദുൽ കർബലയാണ്. കർബലയിൽ ഷഹീദായ മഹാനാണ്. പിന്നെ ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ. അദ്ദേഹത്തിനും അസജ്ജാദ് എന്ന പേരുണ്ട്. സജ്ജാദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്. മുഹമ്മദ് അൽ ബാഖിർ, മുഹമ്മദ് ബിൻ അലി സൈനുൽ ആബിദീൻ അൽ ബാഖിർ, വലിയ പണ്ഡിതരായിരുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. മുഹമ്മദ് അൽ ബാഖിർ താബിഈങ്ങളിൽ നേതാവാണ്. പിന്നെ മുഹമ്മദ് അൽ ബാഖിറിൻ്റെ മകൻ ജാഫർ സാദിഖ് അല്ലേ. ഈ മുഹമ്മദ് ബിൻ ബാഖിർ കല്യാണം കഴിച്ചിരുന്നത് ഉമ്മു ഫർവ എന്ന് പറയുന്ന മഹദിയാണ്. ഉമ്മു ഫർവ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഉമ്മു ഫർവ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ ഖാസിം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഖാസിം. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ മകൾ അസ്മ. ഈ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു പേരക്കുട്ടി ഖാസിമും മറ്റേ പേരക്കുട്ടി അസ്മയും. ഇവരിൽ ഉണ്ടായ കുട്ടിയാണ് ആര്? ഉമ്മു ഫർവ. ഈ ഉമ്മു ഫർവയാണ് ആര് കല്യാണം കഴിച്ചത്? മുഹമ്മദ് അൽ ബാഖിർ കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിനെ. അതിലുണ്ടായ കുട്ടിയാണ് ആര്? ജാഫർ സാദിഖിൻ്റെ ഒരു വല്ലിപ്പയാണ് ആര് വരിക? വല്ലിപ്പായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരിക. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്. ആ മഹത്തുക്കൾ ജീവിച്ച കാലത്തിന് ഉണ്ടല്ലോ നബി കുടുംബവും ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും അൽ അസ്ഹാബ് സഹാബത്തും തമ്മിലൊരു പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവർക്കിടയിൽ എന്തുവരെ നടന്നത്? വൈവാഹിക ബന്ധങ്ങൾ വരെ നടന്നത്. ഇമാംമാരിൽ ചിലരുടെ ഉമ്മമാരാരാ? അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികളാണ്. മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. ജാഫർ സാദിഖ് വലിയ പണ്ഡിതനാണ്. അതേപോലെ മൂസൽ കാബയും ഇവരൊക്കെ മഹത്തുക്കളാണ്. അലിഷ്കാലില്ല റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഈ ഒരു വിഭാഗം എന്ത് ചെയ്തു? ഇവരെ അവരുടെ തെറ്റായ വിശ്വാസത്തിന് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മൂസൽ കാദിം, പിന്നെ മൂസൽ കാദിം, അലിയുർ റിദ, പിന്നെ മുഹമ്മദ് ബിൻ അലി. ഈ അലീൻ്റെ മകനാണ് മുഹമ്മദ്. അദ്ദേഹം അത്തഖി എന്ന പേരിൽ വിശുദ്ധനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അലി ഇബ്നു മുഹമ്മദ് നഖി. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അൽ ഹസൻ ഇബ്നു അലി അസ്സക്കി, അലിയുൽ അസ്കരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ.
പിന്നെ മുഹമ്മദ് ബിനുൽ ഹസൻ അൽ മഹദി. ഇതാണ് ഇഷ്കാൽ. ഇതൊക്കെ ശരിയാണ്, ചരിത്ര പുരുഷന്മാരാണ്, മഹത്തുക്കളാണ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ ഇങ്ങനെ ഒരു മുഹമ്മദ് ബിൻ ഹസൻ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ? ഹസനുൽ അസീർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടോ? ഈ മകൻ്റെ വിഷയം എന്താണ്? അതാണ്, ഈ മകൻ ചെറുപ്രായത്തിൽ കുട്ടിയായിരിക്കെ സാമുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഗുഹയിൽ അപ്രത്യക്ഷനായി എന്നാണ്. ഈ മുഹമ്മദ് എന്ന കുട്ടി ആ ഗുഹയിൽ അപ്രത്യക്ഷമാവുകയും പിന്നീട് തെളിഞ്ഞില്ല. പക്ഷേ ഈ മുഹമ്മദ് എന്ന കുട്ടി എന്ത് ചെയ്യും? ഇനി തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോൾ അതാണ് ആര്? മഹദി. അതുകൊണ്ടാണ് മഹദി അൽ മുൻതദിർ എന്നവർ പറയുന്നത്, അൽ ഇമാമുൽ ഖായിം എന്നവർ പറയുന്നത്. അവർ നമ്മളൊരു മഹദിയെ വിശ്വസിക്കുന്നുണ്ട്. എന്താ? അന്ത്യനാളിൻ്റെ അലാമത്തായിട്ട് ആര് വരും? മഹദി വരും. ആ മഹദിയുടെ പേര് മുഹമ്മദാണ്. ആ മഹദിൻ്റെ വാപ്പാൻ്റെ പേര് മുഹമ്മദാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദാണ്, വാപ്പാൻ്റെ പേര് മുഹമ്മദാണ്. എന്നിട്ട് അതിൻ്റെ ശാരീരിക വർണ്ണനയും പേരൊക്കെ റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ മഹദി ഇബ്നു മുഹമ്മദാണ്. ഇത് മഹദി ഇബ്നു ആരാ? ഹസനാണ് അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന മഹദി അത് ഹസൻ റളിയല്ലാഹു തആലയുടെ സന്താന പരമ്പരയിലാണ്. ഫാത്തിമയുടെ മക്കളിൽ, ഹസൻ്റെ മക്കളിൽ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ മഹദി ഇവർ വിശ്വസിക്കുന്ന ആരിലാണ്? ഹുസൈൻ്റെ സന്താന പരമ്പരയിലാണ്. പക്ഷേ ഇങ്ങനെയൊരു മഹദിയെക്കുറിച്ച് കുറേ കഥകളാണ്, കുറേ ഇല്ലാ കഥകൾ, ഒരുതരം മായാവി കഥകൾ പോലത്തെ കഥകളാണ് എന്ത് ചെയ്യുന്നത്? ഈ മഹദിയെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? ഇപ്പം യാ സാഹിബ് അസ്സമാൻ എന്ന് പറഞ്ഞിട്ട് സാമുറ ദേശത്തെ ആ ഗുഹയിൻ്റെ മുമ്പ് പോയിട്ട് വിളിക്കണതും അടിക്കണതൊക്കെ. കാരണം എന്താ? അവർക്ക് ഈ അധികാരവും അവസരമൊക്കെ നഷ്ടപ്പെടുന്ന സമയം വരുമ്പോൾ നിങ്ങൾ വരാൻ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വിഷയങ്ങളാണ്, കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, ഈ മഹദി അൽ മുൻതദ്ദിർ വന്നാൽ, മഹദി അൽ ഖായിം വന്നാൽ അയാൾക്കൂടെ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും എന്ത് ചെയ്യുക, അവർ ഇപ്പോൾ എവിടെയുള്ളത്? ഹുജറയിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിലാണുള്ളത്. അവിടുന്ന് അവരുടെ ജനാസ എടുത്തുകൊണ്ടുപോയിട്ട് ബഖീ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുക, ക്രൂശീകരിച്ച് കത്തിക്കുക. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമയും പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പ്രതിക്രിയ ചെയ്യിക്കുക, പിന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അത് അല്ലേ? പക്ഷേ ഈ മുഹമ്മദ് അൽ മഹദിയെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസം ഏറെ വികലമാണ്. അത് വിശ്വാസയോഗ്യമല്ലാത്തതുമാണ്, ഏറെ ദുർബലവുമാണ്. പക്ഷേ ഈ മുഹമ്മദ് അൽ മഹദി വെച്ച് ബാക്കിയുള്ള ഇമാന്മാരുണ്ടല്ലോ, അവർ ചരിത്രത്തിൽ പുരുഷന്മാരാണ്, വ്യക്തിത്വങ്ങളാണ്, പണ്ഡിതന്മാരാണ്. മനസ്സിലല്ലേ? അതാണ് ഇവിടെ വിഷയം. ഇനി നമ്മളുടെ വിഷയം എന്താ? ആയത്തു തത്ഹീർ. ഈ ആയത്ത് തത്ഹീറിനാൽ നബി കുടുംബം എന്ത് ചെയ്തു? അവർ അബദ്ധങ്ങൾ ഭവിക്കുന്നതിൽ നിന്ന്, മറവി ഭവിക്കുന്നതിൽ നിന്ന്, തെറ്റ് ഭവിക്കുന്നതിൽ നിന്ന് എന്തായി? സുരക്ഷിതമായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പാപരഹിതരാണ്, മറവി ഭവിക്കാത്തവരാണ്. ഇങ്ങനെയൊക്കെയാണ് ആര് വിശ്വസിക്കുന്നത്? ഷിയാലോകം വിശ്വസിക്കുന്നത്. അതിന് അവർ ഖുർആനിൽ നിന്ന് ഓതുന്ന ആയത്താണ് നമ്മുടെ ഈ ആയത്ത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറ. മനസ്സിലായി? ഇതിനു വേണ്ടി അവർ ചെയ്ത ഏറ്റവും വലിയ കൊടിയതകളിൽ ഒന്ന്, ഇതിൽ നിന്ന് അവർ ആരൊഴിവാക്കി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഒഴിവാക്കി. ശരിക്കും ഈ കോർവയിൽ ആദ്യം വരേണ്ടത് ആരാണ്? അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. എന്നിട്ട് പറയാണ് വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല വഅഖിംന സ്വലാഹ് വആതീന സക്കാത്ത്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ഇതിൽ പ്രഥമ അഭിസംബോധിതർ അവരാണ് ഉദ്ദേശം. വഅതീന അല്ലാഹ വറസൂലഹു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറ.
എന്നിട്ട് വീണ്ടും അള്ളാഹു പറയാണ് വദ്കുർന. ആരോടെ പറയണത് വദ്കുർന? നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ദിക്ർ ചെയ്യണം എന്ന് പറയണം. ആരോടാ? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോടാണ് അല്ലേ? അപ്പോൾ പിന്നിലും മുന്നിലും ഒക്കെ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഇല്ല എന്ന് അവരുടെ ആ വിചിത്രവാദം, അത് എല്ലാ നിലക്കും കടുത്ത അപരാധമാണ്. ഓക്കെ, അവരതിന് പറയുന്ന വിഷയം ഈ ആയത്തോതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞില്ല ഹദീസുൽ കിസ. എന്താ ഹദീസുൽ കിസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ വിളിച്ചു? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു മിർത്തുൻ മുറഹൽ, ഒരു വരയുള്ള പുതപ്പ് ഇങ്ങനെ പുതച്ച് പുറത്തിറങ്ങി. അങ്ങനെ ഫാത്തിമ വന്നപ്പോൾ ഫാത്തിമയെ അതിലേക്ക് ചേർത്തു. പിന്നെ ഹസൻ വന്നു, പിന്നെ ഹുസൈൻ വന്നു, പിന്നെ അലി വന്നു. അപ്പോൾ ഇവരെ ചേർത്തിട്ട് റസൂലുള്ളാഹി പിടിച്ചു. എന്നിട്ട് ഈ ആയത്തോതി ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും ഉർരിജ്സ വയുതഹിറക്കും തത്ഹീറ എന്നോതി. ഇതാണ് ഹദീസുൽ കിസാറിന് വിരി പൊതുവ ആ ഹദീസ്. അപ്പോൾ അവർ പറയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുതച്ച് പിടിച്ചിട്ട് അപ്പോൾ ആരാ ഉണ്ടായിരുന്നത്? ഇവരാണ് ഉണ്ടായിരുന്നത്, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, അലി അല്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 പേരുണ്ടായത്. അതുകൊണ്ട് ഇത് നബി കുടുംബത്തിൻ്റെ ഇസ്മത്തിനെയാണ് അറിയിക്കുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, സമ്മതിക്കാം. ഈ കോർവയിലൂടെ ഫാത്തിമ, അതിൽ ഫാത്തിമ ഉണ്ടല്ലോ, ഫാത്തിമയാണ് അതിൽ ഒന്നാമത് അലൈഹിസ്സലാം റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ഏതിലുണ്ട്? ഹദീസുൽ കിസായിലുണ്ട് അല്ലേ? ഫാത്തിമയാണ് ആദ്യം റസൂൽ അതിലേക്ക് ചേർത്ത് പിടിച്ചത്. ഇതിലൂടെ ഫാത്തിമ തന്നെയല്ല, അവർ ഫാത്തിമയെ ഒഴിവാക്കി. അതൊക്കെ ചില രാഷ്ട്രീയം. പിന്നെ ഈ ഒരു വിഷയം ഉണ്ടല്ല, ഇസ്മത്ത് എന്നുള്ള വിഷയം, അതൊരിക്കലും ഈ ആയത്ത് അറിയിക്കുന്നേ ഇല്ല. ഇസ്മത്തിന് ആയത്ത് അറിയിക്കുന്നില്ല. ഇസ്മത്തിന് അതായത് മറവി സംഭവിക്കാതിരിക്കുക, പിന്നെ വീഴ്ച സംഭവിക്കാതിരിക്കുക, പാപസുരക്ഷിതത്വം, ഇതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ അത് ഇവിടെ ഉണ്ടാകീന്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വേറെയും പറഞ്ഞില്ലേ, ലിയുതഹിറക്കും വയുദ്ഹിബാൻകും റിജ്സ ശൈത്താൻ എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ തുതഹിറുഹും ബിഹ വതുസക്കീഹിം, ആളുകളിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചിട്ട് അവരെ തത്ഹീർ ചെയ്യണം, അവരെ തസ്കിയ ചെയ്യണം. ഇവിടെ തത്ഹീർ മാത്രമല്ല, തസ്കിയ കൂടി ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇസ്മത്ത് വേണ്ടിയിരുന്നത് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യണില്ല, ഈ ആയത്ത് ഈ ഒരു മസ്അലയെ തന്നെ അറിയിക്കണില്ല. പിന്നെ അറബി ഭാഷയിൽ റിജിസ് എന്നാൽ റിജിസ്, അതേപോലെ റിജിസ് രണ്ട് പ്രയോഗമുണ്ട്. ഒന്ന് റിജിസ്, പിന്നൊന്ന് റിജിസ്. രണ്ടും ഒരേ അർത്ഥത്തിലാണ്. അതറിയിക്കുന്നത് ഒരിക്കലും എന്തിനല്ല, പിന്നെ ഈ മറവിയെയോ ഖത്തഇനെയല്ല. പിന്നെ ഇത് അറിയിക്കണത് എന്തിനാണ്? ഇത് മാസി തെറ്റുകുറ്റങ്ങളാണ്, പാപങ്ങളാണ്, ദുനൂബ്, പാപക്കറകളെയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജിസുൻ മിൻ അമലി ശൈത്താൻ, റിജിസുൻ മിൻ അമലി ശൈത്താൻ, ഷെയ്ത്താൻ്റെ പ്രവൃത്തികളിൽപ്പെട്ട മ്ലേച്ഛതകൾ, മാലിന്യങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഖദർ. അപ്പം മ്ലേച്ഛത, മാലിന്യം, പാപം ഇതൊക്കെയാണ് അറിയിക്കുന്നത്. ഏത്? റിജിസ്. അതൊരിക്കലും ഖതഇനെയും സഹവിനെയും അറിയിക്കണില്ല അറബി ഭാഷയിൽ. ഖലാസ്. പിന്നെ എങ്ങനെയാണ് അവർ എന്ത് ചെയ്തത്? ഈ ഒരു പിന്നെ ഇമാമുമാർ അവർക്ക് മറവി സംഭവിക്കൂല, അവരിൽ നിന്ന് അബദ്ധങ്ങൾ പോലും സംഭവിക്കൂല എന്ന് ഇവർ സ്ഥാപിക്കുക എങ്ങനെ? അത് മഹാ തെറ്റാണ്. ഭാഷ ഒരിക്കലും അത് അറിയിക്കണില്ല, ദീനും അത് അറിയിക്കണില്ല. ഞങ്ങളുടെ ഇമാമുമാർ പാപസുരക്ഷിതരാണ്, മാസൂമികളാണെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്, മഹാ തെറ്റാണ്. പിന്നെ മറ്റൊരു വിഷയം, ഇവിടെ ഇന്നമാ യുരീദുള്ള എന്നുള്ളതുണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇത് ശരിക്ക് ഇത് പിന്നെ അൽ ഇറാദ ശറഇയ്യ എന്ന് പറയും. അവിടെ അർത്ഥം യുഹിബ്ബു എന്നാണ്. എന്താ അർത്ഥം? യുഹിബ്ബു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. യുരീദു, ഇന്നമാ യുരീദുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ലിയുദ്ഹിബ അൻകും, അവിടെ ലി എന്നതിന് 2 വിവക്ഷയുണ്ട്. ഒന്നുകിൽ അൻ എന്നോ, അൻ അൽ മസ്ദരിയ എന്ന് പറയും, അല്ലെങ്കിൽ കൈ എന്നോ. ഇന്നമാ യുരീദുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്തിന്? ലിയുദ്ഹിബ അൻകും, നിങ്ങളിൽ നിന്ന് പോക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പോക്കുവാൻ. അപ്പോൾ ഇവിടെ ലിയുദ്ഹിബ അൻകും എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇഷ്ടപ്പെടുന്നു, അള്ളാഹു കൽപ്പിക്കുന്നതിലൂടെ, അള്ളാഹു വിരോധിക്കുന്നതിലൂടെ ലിയുദിഹിബാൻകും. ഇവിടെ യുരീദുള്ള അള്ളാഹു ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ മഫൂല് പറഞ്ഞില്ല. അള്ളാഹു എന്തുദ്ദേശിക്കുന്നു? ഇന്നമാ യുരീദുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു അൻ യൻഹാക്കും, അല്ലെങ്കിൽ യൻഹാക്കും വ അൻ യഅ്മുറക്കും, നിങ്ങളോട് കൽപ്പിക്കാനും നിങ്ങളോട് വിരോധിക്കാനും. മുറക്കും ആയി എൻഹാക്കും, നിങ്ങളോട് കൽപ്പിക്കാനും നിങ്ങളോട് വിരോധിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. എന്തിനാ? ലിയുദിഹിബാൻകും ഒരു റിജിസ്, നിങ്ങളിൽ നിന്ന് ഈ റിജിസിനെ പോക്കാൻ, ഈ മാലിന്യം, പാപക്കറ, അത് നിങ്ങളിൽ നിന്ന് പോക്കാൻ നിങ്ങളോട് കൽപ്പിക്കാനും വിരോധിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല യുരീദു എന്ന് പറഞ്ഞാൽ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഇറാദ, യുരീദു എന്നുണ്ടല്ലോ, അള്ളാഹിൻ്റെ ഇറാദത്ത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് ഇറാദ അൽ കൗനിയ, മറ്റൊന്ന് ഇറാദ ശറഇയ്യ എന്ന് പറയും. മനസ്സിലായല്ലോ? നമ്മുടെ ദീനിൻ്റെ അൽ ഇറാദ ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണ്ടുക, അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ശറഇയ്യ എന്ന് പറയും, മതപരമായിട്ടുള്ള അള്ളാഹിൻ്റെ ഉദ്ദേശം. രണ്ട് കൗനിയ എന്നും, പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇറാദത്ത്, ഉദ്ദേശം. അല്ലേ? അൽ ഇറാദ അൽ ശറഇയ്യ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹിൻ്റെ ഈ ഉദ്ദേശത്തിൽ. ഇപ്പം നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ കൽപ്പിച്ചു. നിങ്ങൾ നിസ്കരിക്കുകയും, നിങ്ങൾ നോമ്പെടുക്കുകയും, അല്ലേ, സക്കാത്ത് കൊടുക്കുകയും, പുണ്യം ചെയ്യുന്നൊക്കെ അള്ളാഹു കൽപ്പിച്ചു. കുറേ അള്ളാഹു നമ്മളോട് വിലക്കി. നിങ്ങൾ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, ഇങ്ങനെ വിലക്കി. അല്ലേ? അതൊക്കെ അള്ളാഹിൻ്റെ എന്താണ്? ഉദ്ദേശമാണ്. പക്ഷെ അതിനെന്താ പറയുക? ശറഇയ്യ എന്നാ പറയുക. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാനും ചെയ്യാതിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലല്ലേ? അൽ ഇറാദ ശറഇയ്യ, അതാണ് അതിൻ്റെ മറ്റൊരർത്ഥമാണ് അൽ മഹബ്ബ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ അൽ ഇറാദത്തു ശറഇയ്യ, അത് അള്ളാഹു നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അൽ ഇറാദ അൽ കൗനിയ എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹിൻ്റെ ഉദ്ദേശമാണ്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമല്ല, അതിൽ നമുക്കതില്ല സ്വാതന്ത്ര്യമല്ല. അത് അള്ളാഹു എന്താണ് തീരുമാനിച്ചത് നമ്മളിൽ ഭവിക്കും. നമുക്കൊരു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ല. ഇപ്പം നമ്മളിതാ വളരുന്നു, വളയുന്നു, നിരക്കുന്നു, ചുളിയുന്നു, ഇതൊക്കെ എന്താ? അള്ളാഹിൻ്റെ ഇറാദത്താണ്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ വളരും, നമ്മൾ നിരക്കും, നമ്മൾ ചുളിയും, നമ്മൾ രോഗിയാവും, മരിക്കും. അതൊക്കെ അള്ളാഹിൻ്റെ ഇറാദ അൽ കൗനിയാണ്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമല്ല. അത് അള്ളാഹ് എന്താണ് തീരുമാനിച്ചാൽ അത് ഭവിക്കും. എന്നാൽ അള്ളാഹിൻ്റെ മറ്റൊരു ഇറാദത്തിന്, അതാണ് ശറഇയ്യ, അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നിസ്കരിക്കണം, അതേപോലെ നമ്മൾ നോമ്പെടുക്കണം, നമ്മൾ സക്കാത്ത് കൊടുക്കണം, നമ്മൾ ഹജ്ജ് ചെയ്യണം, ഇതൊക്കെ അള്ളാഹിൻ്റെ ഇറാദത്താണ്, ഉദ്ദേശമാണ്. പക്ഷേ അതിൽ എന്തില്ല? നിർബന്ധം അള്ളാഹുവിൽ നിന്നില്ല. നമ്മളത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമല്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതിനെ അൽ ഇറാദ ശറഇയ്യ എന്ന് പറയും. അത് അള്ളാഹുവിൻ്റെ മഹബത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമ്മൾ നിസ്കരിക്കണം എന്നാണ്. നമ്മൾ മദ്യപിക്കരുത്, കളവ് പറയരുത് എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അതാണ്. പക്ഷെ അതിനെന്തില്ല? നമ്മളെ നിർബന്ധിച്ച് ചെലുത്തുന്ന അവസ്ഥ അല്ല. അപ്പം അള്ളാഹിൻ്റെ ഇറാദത്ത് ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇസ്മത്തിനെ കുറിച്ച് ഇവർ പറയണത് എന്താ? അത് അള്ളാഹിൻ്റെ ഇറാദ അൽ കൗനിയാണ്. എല്ലാ ഇമാംമാരും അവർ പിന്നെ ഇസ്മത്തുള്ളവരാണ്. അത് അള്ളാഹിൻ്റെ ഇറാദത്തുൻ കൗനിയയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ സൃഷ്ടിച്ചതാണ്, അള്ളാഹു അവരിൽ ഉദ്ദേശിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എന്താണ്? ഈ ഇസ്മത്തുള്ളവരാണെന്ന് അവർ പറയുന്നത്. ആയത്ത് അറിയിക്കുന്നത് എന്താ? എന്നിട്ട് അവർ ഇതിനെ ആയത്ത് ഉദ്ധരിക്കുന്ന തെളിവ് എന്താണ്? ഈ തെളിവാണ്. പക്ഷെ ഈ തെളിവിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറാദ അൽ കൗനിയ അല്ല, പിന്നെയോ അൽ ഇറാദ ശറഇയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യമാരോട് പറയണ വഖർന ഫീ ബുയൂതികുൻ അഖിംനസ്സലാ വാതീന സക്കാ വാതീന അല്ലാഹ വറസൂലഹു. അള്ളാഹിൻ്റെ ശറഇയായ ഇറാദത്താണത്. അതിലവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്, നിങ്ങളോട് ഈ കൽപ്പിക്കുന്നതും വിരോധിക്കുന്നതും അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്താണ്? ലിയുദ്ഹിബ അൻകും റിജ്സ്, നിങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ പോക്കലാണ്. പോക്കിയിട്ടുണ്ട് എന്നല്ല, പിന്നെയോ പോക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ ഈ കൽപ്പിച്ചത് ചെയ്യണം, നിങ്ങളോട് വിലക്കിയതിൽ നിങ്ങൾ വിട്ടു നിൽക്കണം. അതാണ് ഇവിടെ ഉദ്ദേശം. ഇതിനെ മനസ്സിലായ? ഇതൊരു അസലിയായ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മസാലയാണ്.
അതുകൊണ്ടാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവർ ഈ വചനത്തെ ദുരുപയോഗം ചെയ്യുന്നത് വളരെ പിന്നെ ദുഷ്ടലാക്കോട് കൂടിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു കുബുദ്ധി നമ്മൾ ഇതിൽ നിന്ന് ശരിക്ക് മനസ്സിലാക്കണം. അതിനാണ് ഞാനിവിടെ ഈ ഒരു വിഷയം പ്രത്യേകം ഉണർത്തിയത്. ഇന്നമ യുരീദുല്ലാഹു ലിയുദ്ഹിബാൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തെ അർത്ഥം പറയുമ്പോൾ ഇന്നമ യുരീദുല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താണ്? അൽ മഹബ്ബയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അതാണ് ഉദ്ദേശം. ഏതിലൂടെ ഇഷ്ടപ്പെടുന്നു? അള്ളാഹു ഈ കൽപ്പിക്കുന്നതിലൂടെ, വിരോധിക്കുന്നതിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഉദ്ദേശിക്കുന്നു. ലിയുദ്ഹിബാൻകും റിജ്സ്, നിങ്ങളിൽ നിന്ന് റിജിസിനെ പോക്കാൻ, അല്ലെങ്കിൽ പോക്കാൻ വേണ്ടി. പോക്കിയിട്ടുണ്ട് വെച്ചാൽ അങ്ങനെയല്ല, പിന്നെ നിങ്ങളിത് പ്രാവർത്തികമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ റിജ്സിനെ നിങ്ങൾ പോക്കണം എന്നുള്ള ഉദ്ദേശമാണ് അഹ്ലൽ ബൈത്ത്. പിന്നെ ഈ അഹ്ലൽ ബൈത്ത് അവരുടെ ഏറ്റവും വലിയ ഒരു വിഷയം, അഹ്ലുൽ ബൈത്ത് എന്നെ അവർ എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തു, ദുരുപയോഗപ്പെടുത്തി, ദുർവ്യാഖ്യാനിച്ചു. അഹ്ലുൽ ബൈത്ത് അതിൽ ഏറ്റവും സുപ്രധാനികളാരാ? അഹ്ലുൽ ബൈത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. സൗജാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ് ഇതിലേറ്റവും പ്രധാനികൾ. കാരണം അവരോടുള്ള അഭിസംബോധന ഈ ആയത്തിന് വരുന്നത് അതിനിടയിൽ. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇതിൽ നിന്ന് സൗജാത്തിനെ ഒഴിവാക്കി. അവർ പറഞ്ഞത് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരാളുടെ ഭാര്യമാർ അതിൽ ഭാഗവാക്കുകളല്ല എന്നാണ്. അത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾക്കെതിരാണ്, ഭാഷയുടെ അധ്യാപനങ്ങൾക്കും എതിരാണ്. ഈ അഹ്ലുൽ ബൈത്ത്, അഹ്ൽ എന്ന് പ്രയോഗിക്കൽ തന്നെ ആരെക്കുറിച്ചാണ്? അഹ്ൽ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? അഹ്ൽ കുറേ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അഹ്ൽ വെച്ചിട്ട് പഠിച്ചില്ലേ? യാ അഹ്ല യസ്രിബ് എന്ന് പറഞ്ഞില്ലേ? എന്താ അഹ്ല യസ്രിബ്? യസ്രിബ് നിവാസികളെ എന്നാണ്. ഒരു നാട്ടിൽ ആ നാടിനെ പൂണ്ടുകൂടുന്നവർ, വിടാതെ കൂടുന്നവർ, അവരാണെന്ത്? ആ നാട്ടിലെ അഹ്ൽ. അഹ്ലുൽ ഖുറാൻ ഖുർആനിൽ പറഞ്ഞില്ലേ? അഹ്ലുൽ ഖുറ. അഹ്ലുൽ മദീന എന്ന് പറഞ്ഞില്ലേ? അഹ്ലുൽ മദീന എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ അഹ്ലൽ ബൈത്ത് വേറെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് പറഞ്ഞു. അഹ്ലൽ ബൈത്ത് പിന്നെ അഹ്ലൻ ലഹഖുൻ തഖാസുമു അഹ്ലുന്നാർ എന്ന് പറഞ്ഞേ. അഹ്ലുന്നാർ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ഇങ്ങനെ പല അഹ്ലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥലം ഇതിനൊക്കെ വിടാതെ കൂടുന്നവരാണ് അഹ്ൽ. ഒരു അഹ്ലുർ റജുൽ, ഒരു വ്യക്തിൻ്റെ അഹ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ഭാര്യ വെച്ച് ബാക്കിയുള്ള അയാളുടെ കുടുംബത്തിലെ ആണുങ്ങൾ മാത്രമാണ്. പിന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ഭാര്യ അതിലേറ്റവും പ്രധാനം. ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, മക്കളൊക്കെ വരുമല്ലേ? അതിൽ ആണും പെണ്ണൊക്കെ വരുമല്ലേ? അഹ്ൽ. അതാണ് ഭാഷയുടെ പ്രയോഗം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആനിൽ അഹ്ൽ ബൈത്ത് വേറെയുണ്ട്. അതിൽപ്പെട്ടതാണ് ആര്? പിന്നെ സാറ അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് പറയാണ്, പിന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അപ്പോൾ വൃദ്ധനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, വൃദ്ധയും വന്ധ്യയുമായിട്ടുള്ള സാറ അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു അറിയുമ്പോൾ അതിൽ പിന്നെ ആശ്ചര്യം കൂറുന്നത് ഇവരാണ്. കാരണം അവർ വന്ധ്യയാണ്, സന്താനോൽപാദന ശേഷിയില്ല. പിന്നെ അവർ വൃദ്ധയാണ്, പറ്റ വൃദ്ധയാണ്. അപ്പോൾ അവർ പറയുകയാണ് യാ വൈലത്ത. അവരിങ്ങനെ കവിളിൽ കൊട്ടിയിട്ട്, എങ്ങനെയുണ്ടല്ലോ, സ്ത്രീകൾക്ക് ആശ്ചര്യവും അത്ഭുതം കൂറുമുണ്ടല്ലോ, കവിളിൽ കൊട്ടിയിട്ട് അവർ പറയുന്നത് വസക്കത്ത് വജ്ഹഹ ഫഖാലത്ത് അജൂസിൻ അഖീം യാ വൈലത്ത അലീദ് വാന അജൂസ്, ഞാൻ പ്രസവിക്കുക, ഞാൻ കിളവിയല്ലേ എന്ന്. അപ്പോൾ മലക്കുകൾ പറയുന്നതാണ്. ആരോടെ പറയുന്നത്? സാറയോടെ പറയുന്നത്. ആ തഅജബീന മിൻ അംരില്ല. തഅജബീൻ എന്ന് പറഞ്ഞാൽ പെണ്ണിനോടുള്ള അഭിസംബോധന. ആ തഅജബീൻ മിൻ അംരില്ല റഹ്മത്തുള്ളാഹി അലൈക്കും വബറകാതുഹു അഹ്ലൽ ബൈത്ത്. മഹദി സാറയോടെ പറയുന്നത് അഹ്ലൽ ബൈത്ത് എന്ന് വിളിച്ചിട്ട് അള്ളാൻ്റെ റഹ്മത്താണ്, അള്ളാൻ്റെ ബറക്കത്താണ്, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറയണം. അപ്പോൾ അവിടെ അഹ്ലൽ ബൈത്ത് എന്ന് പറഞ്ഞപ്പോൾ ആരാ ആദ്യം മുന്നിലാരാ? ഭാര്യയാണ്,
സാറ അലൈഹി സ്വലാത്തു വസ്സലാമിയ. അപ്പോൾ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അലൈഹി സ്വലാം ഉണ്ടല്ലോ, കുട്ടിയായിരിക്കെ പെട്ടിയിലിട്ട് അടച്ച് നദിയിൽ ഒഴുക്കി. അത് കിട്ടിയത് ആരാണ്? ആയിരിക്കണം ഫിറോൻ കുടുംബത്തിനാണ് കിട്ടിയത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെങ്ങളോട് ഉമ്മ പറയുന്നുണ്ട്, ഹുസി പിന്നാലെ പോകാൻ പറയുന്നുണ്ട്, നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെങ്ങൾ സഹോദരി പിന്നെ ഈ ഫോളോ ചെയ്യാണ്, ഇതിനെ പിന്തുടരുകയാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെയും പാൽ കുടിക്കാൻ ഇതിനെ കൂട്ടാക്കണില്ല, കരയാണ്. അപ്പോൾ പിന്നെ ഈ സഹോദരി പറയുന്നുണ്ട്, ഹൽ അദുല്ലുക്കും അല അഹ്ലി ബൈതി യക്ഫുലൂനഹു, ഈ കുട്ടിയുടെ കെഫാലത്ത്, അതിനെ പാലൂട്ടൽ, സംരക്ഷിക്കൽ, അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയൊരു അഹ്ലു ബൈത്തിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറയുന്നത്. അഹ്ലു ബൈത്തിനെ അറിയിച്ചു തരട്ടെ എന്നാണ് ആര് പറയുന്നത്? ഈ മൂസായുടെ സഹോദരി ഫിറോൻ കുടുംബത്തിനോട് പറയുന്നത് അല്ലേ. അപ്പോൾ അവർ സമ്മതിക്കാണ്. ആർക്കും കുട്ടീനെ അവർക്ക് ഹൃദ്യമായി വശ്യമായി, കുട്ടിയാണെങ്കിലോ വിശന്ന് പൊരിഞ്ഞ് കരയല്ലേ. അപ്പോൾ അവരാണെങ്കിലോ രാജകുടുംബാണ്. അപ്പോൾ അവർക്കൊരാളെ വേണം. ഈ സഹോദരി എന്നിട്ട് കൊണ്ടുവന്ന് കൊടുക്കണ അഹ്ലു ബൈത്ത് ആരാ? ആ മൂസായുടെ ഉമ്മയാണ്. ഫറജഅനാ കൈല ഉമ്മി കൈ തഖറ ഐനുഹ, അങ്ങനെ ഞാൻ നിങ്ങളെ, മൂസയോട് അല്ലാഹ് പറയാണ്, നിങ്ങളുടെ ഉമ്മയിലേക്ക് തിരിച്ചു മടക്കി അവരുടെ കണ്ണു കുളിർക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാരാ? സ്ത്രീകൾ വരൂല്ലേ, പെണ്ണ് വരൂല്ലേ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മദിയൻ ദേശത്ത് കഴിഞ്ഞു, അവിടെ വെച്ച് കല്യാണം കഴിച്ചു അല്ലേ. കല്യാണം കഴിച്ചിട്ട് ഫലമ്മ ഖള മൂസൽ അജൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അജൽ പൂർത്തിയാക്കിയപ്പോൾ, അജൽ എന്താ അജൽ? 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മേക്കാം ജോലി ചെയ്യുക എന്നുള്ളതാണ് മഹർ. അത് പൂർത്തിയാക്കിയപ്പോൾ സാറ ബി അഹ്ലിഹി, തൻ്റെ അഹ്ലിനെയും കൊണ്ടുപോയി എന്നാണ്. വഖാല ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഖലം കുസു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അഹ്ലിനെയും കൊണ്ട് പോയി എന്നാണ് അല്ലേ. അതേപോലെ തന്നെ അവിടെ മൂസ അലൈഹി സ്വലാത്തു അഹ്ലിനെയും കൊണ്ടുപോയി എന്നാണ്. അഹ്ലാരാ അവിടെ ആരാ? അഹ്ൽ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാണ്. അപ്പോൾ ഒരു വ്യക്തിൻ്റെ അഹ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ അതിൽ ഉൾപ്പെടും. അഹ്ലുൽ ബൈത്തിൽ ഭാര്യമാർ പെടും. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർക്കുള്ള ഈ അപ്രമാദിത്വം, അതേപോലെ അമിത വിശ്വാസം ഇതിൽ പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവർ ചെയ്തു. അഹ്ലുൽ ബൈത്തിൽ നിന്ന് ഭാര്യമാരെ അവരെന്ത് ചെയ്തു? പുറത്തു നിർത്തി. അഹ്ലുൽ ബൈത്തിൽ ഭാര്യമാരില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. മനസ്സിലായോ? ഇല്ലല്ല, അവർ അറിയില്ല എന്നുള്ളതല്ല, പിൽക്കാലങ്ങളിൽ അവരിൽ അറിയണവരുണ്ട്, പക്ഷേ അവരതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അഹ്ലുൽ ബൈത്തിൻ്റെ വിഷയം ഉണ്ടല്ലോ. ഇത് അവരുടെ ഈ ഒരു നിലപാടുണ്ടല്ലോ, അഹ്ലുൽ ബൈത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാര്യമാർ റളിയല്ലാഹു അൻഹുന്ന അവർ ഉൾപ്പെടില്ല എന്നുള്ള അവരുടെ വിശ്വാസം, അത് ശരിക്കും വലിയ തെറ്റാണ്. ശരിക്കും അഹ്ലുൽ ബൈത്ത് അതിൽ ഉൾപ്പെടും. ഇതൊക്കെ ഒരു മിനിറ്റ് ഇത് കഴിയട്ടെ. നമ്മളിതിൽ കുറച്ച് ദിവസമായി കെട്ടിച്ചിട്ടാണ്. ഇതിൽ തീർന്നിട്ട് പിന്നെ നമുക്ക് പറയാം. ഇൻഷാല്ലാഹ് ആഘോഷിക്കണം. ഈ അയിമത്തുകളൊക്കെ വളരെ സുപ്രധാനികളാണ് കേട്ടോ. നമ്മളവരെ കുറിച്ച് നമ്മുടെ നേതാക്കളാണ് ബിലാശക്ക്. പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ചരിത്രത്തിൽ പിന്നെ ഒരു ഇല്ലാ കഥയായത് കാരണത്താലാണ് നമ്മൾ അവരോട് ഇതിൽ വിയോജിക്കുന്നത്. നമ്മൾ ഈ തത്ഹീറിനെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് തത്ഹീർ വന്നിട്ടുണ്ട്. പിന്നെ അത് എന്തല്ല, ഒരു നബി കുടുംബത്തിൽ ചിലർക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞൊരു വിഷയമല്ല. പിന്നെ ഇവിടെ ഉദ്ദേശം ഉണ്ടല്ലോ, തത്ഹീറിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു വരെ തത്ഹീറാക്കി അല്ലെ ശുദ്ധീകരിച്ച് അവതരിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഇവർ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നും അവരെന്ത് ചെയ്യണം? ശുദ്ധി പ്രാപിക്കണം. മ്ലേച്ഛതകളിൽ നിന്ന് ഒക്കെ ശുദ്ധി പ്രാപിക്കണം. അപ്പോൾ ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ നജസ്സാണെന്ന് പറഞ്ഞാൽ ആ നജസ് എന്താ? ആ നജസ് കാൽപ്പനികമായിട്ടുള്ള നജസ്സാണ്. എന്ത് വേണം? ശിർക്ക് ചെയ്യാതെ അത്തരം നജസിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയല്ലേ. അതേപോലെ അവർ ഈ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ വിശുദ്ധരായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ജനിപ്പിച്ച് അവതരിപ്പിച്ചു എന്നൊരിക്കലും ഇത് തേടുന്നേ ഇല്ല. പക്ഷേ ഷിയാക്കൾ അവർക്ക് എന്താ ഈ ഒരു വിശ്വാസമാണ് ഇമാംമാരെ കുറിച്ചുള്ളത്. അതാണ് അവരുടെ അൽ ഇസ്മത്ത് എന്ന് പറയുന്ന
ഒരു സങ്കല്പം അല്ലെങ്കിൽ അവരുടെ ആദർശം. പിന്നെ ഈ ആയത്തു തത്ഹീർ എന്നിങ്ങനെ പെരുപ്പിച്ച് പറയുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒരു ആയത്ത് തത്ഹീർ എന്നൊരായത്തിൻ്റെ കഷ്ണത്തിന് പറയണതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതൊരു ആയത്താണോ അതല്ലൊരു ആയത്തിൻ്റെ കഷ്ണമാണോ? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബഅൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറുക്കും തത്ഹീറ എന്നുള്ളത് ഒരായത്താണോ ഒരു ആയത്തിൻ്റെ കഷ്ണമാണോ? ഒരു കഷ്ണമാണ്. എന്തുകൊണ്ടാണ് ആയത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് പറയാതെ ആയത്ത് തത്ഹീർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ മാത്രം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാ? മുകളിലത്തെ ഓതിയിട്ടുണ്ടെങ്കിൽ പെടും. കാരണം മുകളിലുള്ളതൊക്കെ എന്താണ്? വഖർന, കൽപ്പനയാണ്. കൽപ്പന ആരോടാണ്? പെണ്ണുങ്ങളോടാണ്. വലാ തബറജ്ന, വിരോധാണ്. ആരോടാണ്? സ്ത്രീകളോടാണ്. അഖിംന, കൽപ്പനയാണ്, സ്ത്രീകളോടാണ്. ആതീന, കൽപ്പനയാണ്, സ്ത്രീകളോടാണ്. അത്തിയോന, കൽപ്പനയാണ്, സ്ത്രീകളോടാണ്. അതും ആരോട്? യാ നിസാ അൻ നബി, നിസ്ലാസ്ലമാത്തം കൊണ്ട് ഭാര്യമാരോട്. അപ്പോൾ പിന്നെ ആ ഒരു കോർവയിൽ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറ എന്ന് പറയുമ്പോൾ പിന്നെ ഒരായത്തിൻ്റെ വലിയൊരു അളവ് വിട്ടിട്ട് ചെറിയൊരു അളവ് ഒരായത്തായിട്ട് പറഞ്ഞ് അത് ഇമാംമാരുടെ ഇസ്മത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അവതരിപ്പിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇത് അവതരിപ്പിക്കുന്നവർക്കൊരു ചെറിയ സുഖം അല്ലേ? പക്ഷേ അത് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, പഠിക്കുന്നവർ, അവർക്കതൊരു വലിയ ഒരു പിന്നെ തെളിവാണ് ഇവർ ഈ പറയുന്നത് മഹാ തെറ്റാണ് എന്നതിന്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്തു തത്ഹീർ എന്നുള്ളത് ഇങ്ങനെ അവർ പറയുന്ന ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണത്തെ ഉദ്ധരിച്ച്. ഞാൻ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അത് വിഷയങ്ങൾ പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയിൽ പറയണം, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുർന എന്ന് പറയാണ്. ആരോടാ വദ്കുർന എന്നുള്ള കൽപ്പന? ഉസ്കുർ എന്ന് പറഞ്ഞാൽ നീ ദിക്റെടുക്കുക എന്നുള്ളതാണ്. വദ്കുറു, നിങ്ങളാണുങ്ങൾ ദിക്റെടുക്കുക. വദ്കുർന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സ്ത്രീകൾ വദ്കുർന, നുന്നിസ്വയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറയുന്നത് വദ്കുർന. അവിടെ ഈ വദ്കുർന എന്നുള്ളത് ഉസ്കുർന എന്നുള്ളത് എന്താ അതിൻ്റെ ഉദ്ദേശം, അർത്ഥം? അത് അദ്ദുക്ർ എന്നതിൽ നിന്ന് വരും, അല്ലെങ്കിൽ അദ്ദിക്ർ എന്നതിൽ നിന്ന് വരും ഈ ക്രിയ. ദക്കറ യദ്കുറു, ഉസ്കുർ, ദുക്റിൽ നിന്ന് വരും, ദിക്റിൽ നിന്ന് വരും. ദുക്റാകുമ്പോൾ തദക്കുറാണ്, ഓർക്കൽ. ദിക്റാകുമ്പോഴോ പറയലും അവതരിപ്പിക്കലൊക്കെയാണ്. അപ്പോൾ അതിന് പല ഉദ്ദേശം വരും. വദ്കുർന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയാണ്, നിങ്ങൾ വദ്കുർന, നിങ്ങൾ ഓർക്കണം, സ്മരിക്കണം. എന്തോർക്കണം? മാ യുത്ല ഫി ബുയൂതികുൻ, മാ യുത്ല പാരായണം ചെയ്യപ്പെടുന്നതെല്ലാം, പാരായണം ചെയ്യപ്പെടുന്നത്, മാ യാതൊന്ന്, യുത്ല പാരായണം ചെയ്യപ്പെടുന്നു, തല യത്ലു യുത്ല, തല എന്ന് പറഞ്ഞാൽ തിലാവത്ത്, പാരായണം, തല യത്ലു പാരായണം ചെയ്യുന്നു, യുത്ല പാരായണം ചെയ്യപ്പെടുന്നു. മാ യുത്ല പാരായണം ചെയ്യപ്പെടുന്നത് എവിടെ? ഫി ബുയൂതികുൻ, ഫി ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ. നിങ്ങളാരാ? സ്ത്രീ. ഫി ബുയൂത്തിക്കും, നിങ്ങളാണുങ്ങളല്ല, പിന്നെ ഫി ബുയൂത്തിക്കുന്ന, നിങ്ങൾ സ്ത്രീകളുടെ വീടുകളിൽ എന്നാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ബൈത്തുകളാണ് ഉദ്ദേശം, ഹുജറാത്ത്. അപ്പോൾ നിങ്ങൾ പ്രവാചക പത്നിമാരുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യുന്നതിനെ വദ്കുർന, നിങ്ങൾ ഓർക്കണം. ആ പാരായണം ചെയ്യപ്പെടുന്നത് എന്താ? അത് ബുർദല്ല, വെറുതെയല്ല, മൗലിദല്ല, മാലല്ല, മങ്കൂസല്ല, ഒന്നുമല്ല. പിന്നെയോ മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അതിൻ്റെ ബയാനാണ്. എന്ത്? മാ യുത്ല ഫീ ബുയൂതികുൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. മിൻ അൽ ബയാനി എന്ന് പറയും. വൽ ഹിക്മ, ഹിക്മത്ത് ഇവിടെ ഉദ്ദേശം സുന്നത്താണ്. സുന്നത്ത്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പിന്നെ നബിചര്യകൾ, തിരുമൊഴികൾ, തിരുചര്യകൾ. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണ്. ഹിക്മത്തിന് കുറേ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളും അതേപോലെ തന്നെ തിരുചര്യകളും
നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആ പാരായണം ചെയ്യപ്പെടുന്നതിനെ വദ്കുർന നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. എന്നിട്ട് നിങ്ങളുടെ ജീവിതം ആ ഓർമ്മയിൽ തളിരിടണം, നന്നാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള നടന്മാരെ പോലെ ഈ തത്ഹീറിനുള്ള, അതേപോലെ ഇദ്ഹാബുർ റിജ്സ് മ്ലേച്ഛത പോക്കാനുള്ള വൈദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുള്ള വൈദ്യം എന്ന് പറഞ്ഞാൽ വൈദ്യം. അതിനെന്താ ചെയ്യേണ്ടത്? അതാണ് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഒരിക്കലും ഉണ്ടല്ല ഈ ദുക്ർ, ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? എന്താ വിപരീതം? അന്നിസിയാൻ. നിങ്ങൾ മറവിണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെയോ നിങ്ങളെപ്പോഴും ഓർമ്മയിൽ ഇത് കൊണ്ട് നടക്കണം എന്നാണ്, ഖുർആനെയും സുന്നത്തിനെയും. ഖലാസ്. ഇനി ഉസ്കുർന എന്നുള്ളത് ദിക്റിൽ നിന്നാണ് എങ്കിൽ ദിക്ർ എന്താ? ദിക്ർ ചൊല്ലലാണ്, പറയലാണ്. അപ്പോൾ അത് നമ്മൾ വദ്കുർന ഫീ മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ല, അള്ളാഹിൻ്റെ ആയത്തുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആ പാരായണം ചെയ്യപ്പെടുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. കേവലം ഓർത്താൽ പോരാ, അതിൽ ഉത്ബുദ്ധത പോരാ. പിന്നെയോ നിങ്ങളും എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അത് ആയത്തുകളും പാരായണം ചെയ്യണം, ഹദീസുകളും പാരായണം ചെയ്യണം. അതാണ് ദിക്റിൽ നിന്നാകുമ്പോൾ ഉസ്കുർന വിൽപ്പന്നമാകുന്നത് ദിക്റിൽ നിന്നാകുമ്പോൾ. പിന്നെ വേറൊന്നുണ്ട്. അപ്പോൾ ഇത് തിലാവത്തിനെ അറിയിക്കുന്നു, പിന്നെ ഇത് തബ്ലീഗിനെ അറിയിക്കുന്നു. എന്താ തബ്ലീഗ്? കാരണം എന്താ? മുസ്ലിം ലീഗ് പോലെ വേറെ ലീഗ അല്ല. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഇത് എത്തിക്കലല്ലേ. ഇപ്പോൾ നമ്മൾ സൂറത്ത് യൂസുഫ് എടുത്തപ്പോൾ ഉദ്കുർനി ഇൻദ റബ്ബിക് എന്ന് പഠിച്ചില്ലേ? എന്താ ഉദ്കുർനി ഇൻദ റബ്ബിക്? ആരോടാ പറയണേ? ജയിൽ മോചിതനാകുന്ന വ്യക്തിയോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയണത് ഉദ്കുർനി ഇൻദ റബ്ബിക്, നിൻ്റെ യജമാൻ്റെ അടുക്കലേക്ക് നീ ജയിൽ മോചിതനായിട്ട് എത്തിയാൽ. എന്തിനാണ് എത്തുന്നത്? അവിടെ ഗഹ്വ പറഞ്ഞു കൊടുക്കാനാണ്, വീഞ്ഞ് പകർന്നു കൊടുക്കാനാണ് അയാൾ ജോലി പോകല്ലേ. അപ്പോൾ എപ്പോഴും രാജകൊട്ടാരത്തിലായിരിക്കും. രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുക്കാനുള്ള ജോലിക്കാണ് അയാൾ പോണത്, രക്ഷപ്പെട്ടു പോണത്. അപ്പോൾ പറയാണ് ഉദ്കുർനി ഇൻദ റബ്ബിക് എന്ന് പറഞ്ഞാൽ നിൻ്റെ യജമാൻ്റെ അടുക്കൽ എന്നെ ഓർക്കണം എന്നർത്ഥം അല്ലേ? പിന്നെന്താ അർത്ഥം? ഞാനിവിടെ ജയിലിൽ നിന്നുള്ള വിവരം എത്തിക്കണം എന്നാണ്. ബല്ലിഗ് അന്നി, എന്നെക്കുറിച്ച് അവിടെ വിവരം പറയണം. ഇങ്ങനെ ഒരു നിരപരാധി ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് യൂസുഫ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അപ്പോൾ അവിടെ ഉദ്കുർനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബല്ലിഗ് അന്നി എന്നാണ്, എന്നെക്കുറിച്ച് വിവരം നൽകണം എന്നാണ്, എൻ്റെ വിവരം എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദിക്ർ എന്നുള്ളതിന് എന്താ അർത്ഥമുണ്ട്? തബ്ലീഗ്, എത്തിക്കുക എന്നർത്ഥമുണ്ട്. ആ അർത്ഥപ്രകാരം ഇവിടെ എന്താ? വദ്കുർന, പ്രവാചക പത്നിമാരെ നിങ്ങൾ തബ്ലീഗ് നടത്തണം, എത്തിക്കണം. എന്തെത്തിക്കണം? മാ യുത്ലാ ഫീ ബുയൂതികുൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന മിൻ ആയാത്തില്ല, അള്ളാൻ്റെ ആയത്തുകളെയും വൽ ഹിക്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ലോകർക്ക് എത്തിക്കണം. കാരണം അവരാണ് അതിൻ്റെ ആദ്യ സാക്ഷികൾ, ആദ്യ അനുഭവസ്ഥർ, പ്രഥമ അഭിസംബോധിതർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അത് എത്തിക്കാനുള്ള കൽപ്പനയാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ ഇപ്പോൾ വദ്കുർന എന്നുള്ളതിൽ നിങ്ങൾ ദിക്ർ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിന് ഇത് ഓർക്കൽ മാത്രമാണോ? ഓർക്കൽ എന്നർത്ഥം പറയാം. കാരണം ഉസ്കുർന എന്നുള്ള ക്രിയ, അല്ലെങ്കിൽ ദക്കറ യദ്കുറു ഉസ്കുർ എന്നുള്ള ക്രിയ ദുക്ർ എന്നതിൽ നിന്ന് വരും, വിൽപ്പന്നമാകും. അല്ലെങ്കിൽ ദിക്ർ എന്നതിൽ നിന്ന് വിൽപ്പന്നമാകും. രണ്ടിൽ നിന്നും വരും. ഇവിടെ രണ്ടിൽ നിന്നും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഉദ്ദേശമാണ്. നിങ്ങളിത് എന്ത് ചെയ്യണം? നന്നായി ഉൾക്കൊണ്ട് ഓർക്കണം, ഉത്ബുദ്ധരാകണം. തദക്കുർ, അതിൽ നിങ്ങൾ ഉത്ബുദ്ധരാകണം. പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്യണം? പാരായണം ചെയ്യണം, ചൊല്ലണം. പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്യണം? എത്തിക്കുകയും വേണം. മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കണം. അതാണ് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ലതീഫൻ ഖബീറ, അല്ലാഹു ലതീഫും ഖബീറും ആകുന്നു. ആയിരുന്നു എന്നല്ല, ആകുന്നു എന്നാണ്. ആയിരുന്നു, ആകുന്നു, എന്നും എന്നും ആകും എന്നുള്ള അർത്ഥത്തിലാണ് ലത്തീഫ് ഖബീർ. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ പ്രയോഗം, അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച.